ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഫിഷ് കറി വെക്കാം, അപ്പോൾ അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. നമ്മളൊരു പ്രവാസിയാണ്. പ്രവാസിയുടെ രീതിയിൽ എങ്ങനെ എളുപ്പത്തിൽ ഫിഷ് കറി വെക്കാം അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ലെറ്റ്സ് ഗോ. ഇത് നമ്മുടെ നോർമലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നോർമൽ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു, നോർമൽ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതുപോലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഒരു കാര്യം ആഡ് ചെയ്യുന്നില്ല. എസ്പെഷ്യലി നമ്മൾ പാത്രം പോലും നമ്മൾ മാറ്റുന്നില്ല. നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് ഇവിടെ നമ്മൾ വീഡിയോ എടുത്തിട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ നമ്മുടെ നോർമൽ ലൈഫിൽ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. നോർമലായിട്ട് നമ്മൾ അങ്ങനെ കുക്ക് ചെയ്യുന്നത് അത് തന്നെ. നമ്മളിതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമ്മൾ പാത്രങ്ങളോ അതുപോലെയുള്ള ഒന്നും മാറ്റുന്നില്ല. ഒരു പ്രവാസി എങ്ങനെയാണ് ഫിഷ് കറി കുക്ക് ചെയ്തെടുക്കുന്നതെന്നാണ് ഈസി ആയിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് മീൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസിപ്പീസ് ചേർക്കാൻ വെക്കാം. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഫിഷ് മസാലയാണ്. ഫിഷ് മസാല ഇടാം. ഏകദേശം ഒരു സ്പൂൺ ഫിഷ് മസാല ഇട്ടു. അതുപോലെ തന്നെ കുരുമുളക് പൊടി, നമ്മുടെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ആവശ്യത്തിന് മതിയല്ല, ഒരുപാടായ നല്ല എരിയാവും. നമ്മുടെ മുളക് പൊടി കുറച്ച് മതി, നല്ല കളറായിരിക്കും, അല്ലെങ്കിൽ നല്ല എരിവായി പോകും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് വെച്ചത് ടേസ്റ്റായിട്ടുള്ളത്. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചത് ടേസ്റ്റായിട്ടുള്ള നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ഉണ്ടല്ലോ പുളിയാണ്. പുളി നമുക്ക് കഴുകി എടുക്കാം. അപ്പോൾ നമ്മുടെ പുളിയാണ് കഴുകിയെടുക്കുക. പുളി നമ്മൾ കഴുകിയെടുത്ത് നമ്മൾ കഴുകിയെടുത്തിട്ട് നമ്മൾ വെള്ളം അടിയിലെടുക്കുകയാണ്. വെള്ളം അടിയിലെടുക്കുക, നമ്മൾ അലക്കി കൊടുക്കണം. മനസ്സിലായി? നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. എനിക്ക് നമ്മൾ ഉപ്പിടാൻ മറന്നു. നമുക്ക് ഉപ്പ് കൊടുത്തേക്ക്. ഓക്കെ, ഉപ്പ് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പിട്ടിളക്കി നമ്മൾ ഗ്യാസ് വെക്കുകയാണ്. ഗ്യാസ് കത്തി ഇവിടെ ഇരിക്കട്ടെ, ഒരു 10 മിനിറ്റോളം ഇരിക്കട്ടെ. നമ്മൾ തിളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് ബാക്കിയാണ്. ഓക്കെ, നമുക്കിങ്ങനെ എളുപ്പമായിട്ട് തിളക്കാൻ 15-20 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം തിളച്ച് റെഡിയായി വരുന്നുണ്ട്. അത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, തിളച്ച് റെഡിയായി. സൂപ്പർ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു 10-15 മിനിറ്റുള്ള നമുക്ക് നയിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.